ഹരേ കൃഷ്ണ. മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങാം. സഭാപർവ്വതത്തിലെ 9ാമത്തെ പർവ്വമായിട്ടുള്ള പ്രമദ്വരാ ജീവനം എന്ന പർവ്വമാണ് പറയാൻ പോകുന്നത്. പ്രമദ്വരയുടെ ജീവൻ ഒരു സർപ്പം കൊത്തി പ്രമദ്വര മരണമടഞ്ഞു. എന്നാൽ പ്രമദ്വരയെ വിവാഹം കഴിക്കാനിരുന്ന രുരുവിന് ഒരുപാട് സങ്കടമാവുന്ന ആ ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. സൂതൻ പറഞ്ഞു, ആ പ്രമദ്വര മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അവിടെ വന്ന് ആ പ്രമദ്വരയെ കണ്ട എല്ലാ വിപ്രരും അങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ രുരു മാത്രം വൻ കാട്ടിൽ പോയി സങ്കടപ്പെട്ട് കരഞ്ഞു. ശോകാധിക്യം മൂലം അവൻ കാട്ടിൽ ഇപ്രകാരം പറഞ്ഞ് കരയുകയാണ്. രുരു പറഞ്ഞു, എനിക്കും ബന്ധുജനങ്ങൾക്കും സങ്കടം വളർത്തി. നീ വെറും മണ്ണിലല്ലേ മരിച്ചു കിടക്കുന്നത്? ഇതിൽ പരം എന്താണ് എനിക്കൊരു സങ്കടം വേറെ? ഞാൻ തപസ്സും ദാനവും ഗുരുസേവയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്ലഭ ജീവനോടെ എഴുന്നേൽക്കട്ടെ. മനസ്സ് വെച്ച് ഞാൻ വ്രതം ഏറ്റിട്ടുണ്ടെങ്കിൽ പ്രമദ്വര എഴുന്നേൽക്കട്ടെ എന്ന് പറയുകയാണ് രുരു. സൂതൻ പറഞ്ഞു. അവൻ വിലപിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു ദേവദൂതൻ കാട്ടിൽ വന്ന് രുരുവിനോട് പറഞ്ഞു. ദേവദൂതൻ പറഞ്ഞു, ഹേ രുരു, നീ സങ്കടപ്പെട്ട് എന്താണ് ഇങ്ങനെ പറയുന്നത്? ഹേ മഹാത്മാവേ, മരണപ്പെട്ടവരുണ്ടോ വീണ്ടും ജീവിക്കുന്നു? ഈ ഗന്ധർവ അപ്സര കന്യകയ്ക്ക് ആയുസ് അവസാനിച്ചു. ശ്രേഷ്ഠ, ഇനി നീ കരയരുത്, ദുഃഖിക്കരുത്. പണ്ട് ദേവകൾ ഒരു ഉപായം കൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്താൽ നിന്റെ പ്രമദ്വരയെ നിനക്ക് ലഭിക്കും. രുരു പറഞ്ഞു, ദേവദൃഷ്ടമായ ഉപായം എന്താണ്? ഹേ ഗേജര, ഞാൻ അത് ചെയ്യാം. എന്നെ രക്ഷിക്കണേ. അതെന്താണെന്ന് പറഞ്ഞു തന്നാലും. ദേവദൂതൻ പറഞ്ഞു, ഹേ രുരു, നിന്റെ ആയുസ്സിൽ പകുതി അവൾക്ക് ദാനം ചെയ്യുക. എന്നാൽ അവൾ എഴുന്നേൽക്കും, നിന്റെ ഭാര്യ ജീവിക്കും. രുരു പറഞ്ഞു, ഹേ ഗേജരോത്തമ, ഞാൻ എൻ്റെ ആയുസ്സിൽ പകുതി കന്യകയ്ക്കു നൽകാം. അഴകു തികഞ്ഞ എൻ്റെ കന്യക, എൻ്റെ പ്രിയ എഴുന്നേൽക്കട്ടെ. സൂതൻ പറഞ്ഞു. പിന്നെ ഗന്ധർവ രാജാവും ധന്യനായ ദേവദൂതനും ധർമ്മരാജാവിനെ പോയി കണ്ട് വിനയത്തോടെ പറഞ്ഞു, ഭാര്യയായ പ്രമദ്വര മരിച്ചതാണെങ്കിലും രുരുവിൻ്റെ അർദ്ധായുസ്സുകൊണ്ട് ധർമ്മരാജാവെ ജീവിക്കുവാൻ സമ്മതിച്ചാലും. ധർമ്മരാജാവ് പറഞ്ഞു, പ്രമദ്വര രുരുവിൻ്റെ ഭാര്യയാണെങ്കിൽ രുരുവിൻ്റെ അർദ്ധായുസ്സുകൊണ്ട് ജീവിക്കും. സൂതൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ ഉടനെ പ്രമദ്വര ഉറങ്ങി ഉണരുന്ന വിധത്തിൽ എഴുന്നേറ്റു. രുരുവിൻ്റെ ജാതകത്തിൽ നിന്ന് ദീർഘായുസ്സിൽ പകുതി ഭാഗം കുറഞ്ഞു. പിന്നെ ഇഷ്ടദിനത്തിൽ പിതാക്കന്മാർ അവരുടെ വിവാഹക്രിയ കഴിച്ചു. അവർ സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചു. അല്ലിത്താര് പോലെ മൃദുമേനിയായ ഭാര്യയെ ലഭിച്ചതിനു ശേഷം അവൻ സർപ്പഹിംസയ്ക്കുള്ള കടുത്ത വ്രതം സ്വീകരിച്ചു. അവൻ കയ്യിൽ വലിയ ഒരു വടിയുമായി ചുറ്റിക്കണ്ട പാമ്പിനെയൊക്കെ അടിച്ചു കൊല്ലുവാൻ തുടങ്ങി. ഒരു ദിവസം വടിയുമായി കാട്ടിൽ പ്രവേശിച്ചപ്പോൾ മൂത്ത ഒരു ചേരപ്പാമ്പിനെ കണ്ടു. കണ്ട ഉടനെ അതിനെ അടിക്കുവാൻ വടി ഓങ്ങി. ഉടനെ ആ മൂത്ത ടുണ്ടുബം എന്ന ആ പാമ്പ് പറഞ്ഞു, ഹേ മുനി സത്തമ, ഞാൻ അങ്ങേക്ക് ഒരു പിഴവും ചെയ്തിട്ടില്ലല്ലോ. യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്ത എന്നെ അങ്ങ് ഹിംസിക്കുന്നത് എന്തിനാണ്? ഹരേ കൃഷ്ണ.